മലപ്പുറം ജില്ലയിൽ എക്കാലത്തും വലിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പെരിന്തൽമണ്ണ. മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരമാണ് സിറ്റിംഗ് MLA. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 30 വോട്ടുകൾക്ക് മാത്രം UDF ജയിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ് ഈ പെരിന്തൽമണ്ണ. അതിനാൽ തന്നെ ഇത്തവണ മത്സരത്തിൻ്റെ ആവേശം കനക്കും എന്നതിൽ തർക്കമില്ല. 2026 സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ LDFന് വേണ്ടി CPM പരിഗണിക്കുന്നത് 3 പേരുകളാണ്. DYFI ജില്ലാ സെക്രട്ടറി K. ശ്യാം പ്രസാദ്, മുൻ MLA V. ശശികുമാർ, LDF സ്വതന്ത്രൻ KPA മുസ്തഫ എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത്. ഇതിൽ യുവ നേതാവും പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജനകീയ സാന്നിധ്യവുമായ K. ശ്യാം പ്രസാദിനാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത്. നിലവിൽ മത്സരിക്കാനില്ലെന്ന് KPA മുസ്തഫ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായാൽ KPA മുസ്തഫ മത്സര രംഗത്തേക്ക് വീണ്ടും വന്നേക്കും. V. ശശികുമാറിൻ്റെ പേരും സജീവ ചർച്ചയിലുണ്ട്. പ്രാദേശിക നേതാവ് K. ബാലസുബ്രഹ്മണ്യം പെരിന്തൽമണ്ണയിലെ BJP സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഏതാണ്ട് ഉറപ്പായ റിപ്പോർട്ടുകൾ. ഇനി UDF സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ സിറ്റിംഗ് MLA നജീബ് കാന്തപുരം തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ സുരക്ഷിത മണ്ഡലത്തിലേക്ക് നജീബ് കാന്തപുരം മാറുന്ന സാഹചര്യമുണ്ടായാൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയായേക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനാണ് മണ്ഡലത്തിൽ ലീഡ്. 2006 മുതൽ 2011 വരെ 5 വർഷം LDF ഭരിച്ച പെരിന്തൽമണ്ണ മണ്ഡലം വീണ്ടും ജയിക്കാൻ LDFും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് സീറ്റ് നിലനിർത്താൻ UDFും ഇറങ്ങുമ്പോൾ പെരിന്തൽമണ്ണയിൽ മികച്ച ഒരു മത്സരം ഉറപ്പാണ്. കാത്തിരിക്കാം പെരിന്തൽമണ്ണയുടെ റിസൾട്ടിനായി.